എല്ലാവർക്കും നമസ്കാരം. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു കാലഘട്ടമാണ്. ഒരുപാട് ഫാമിലികളിൽ തർക്കങ്ങളുണ്ട്. തൃപ്തരല്ലാത്ത ഭാര്യമാർ, തൃപ്തരല്ലാത്ത ഭർത്താക്കന്മാർ, ഇതിനിടയിൽ പെട്ടുപോകുന്ന കുറേ കുട്ടികൾ നമുക്ക് ചുറ്റും കാണാവുന്നൊരു കാഴ്ചകളാണ്. പുറമേ ചിലപ്പോൾ അവർ നല്ല ഭംഗിയായിട്ട് അഭിനയിക്കും, നല്ല കപ്പിൾസാണ്. പുറമേ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഒരു കുഴപ്പവും അവിടെ പറയാനുണ്ടാവില്ല. നല്ലൊരു ഭാര്യ, നല്ലൊരു ഭർത്താവ്, യൂണിറ്റി ആയിട്ട് നടക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു, തമാശ പറയുന്നു ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അവർ ഉള്ളുകൊണ്ട് ദുഃഖിതരായിരിക്കും. ഞാൻ ഒരുപാട് ആൾക്കാരുടെ കേസ് അങ്ങനെ ഞാനത് കണ്ടിട്ടുണ്ട്. ഒരുപാട് കേസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഹീലിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അനുഭവത്തിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടെന്ന് വിചാരിക്കും. ഇത് കേൾക്കുന്ന ആരൊക്കെങ്കിലും ഇതേ അവസ്ഥ ചിലപ്പോൾ ഉണ്ടായേക്കാം. നമ്മൾ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യും? ചിലപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഒരാളുണ്ടാവില്ല, നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാനായിട്ട്, ഓപ്പണായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ നിങ്ങളുടെ പാരൻസോ ഫ്രണ്ട്സോ ഒന്നും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഇതെങ്ങനെ പറയും, നാണക്കേടുണ്ട് എങ്ങനെ പറയും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ പല പല വിഷയങ്ങൾ. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മദർ ഇൻ ലോൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടാവും, അവരുടെ ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ അവരുടെ ശല്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഒരുപാട് അമ്മായിയമ്മമാർ നമ്മളങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ പറ്റും. ഞാൻ അമ്മായിയമ്മമാരെ പറ്റി കുറ്റം പറയണല്ല കേട്ടോ, ഇതൊരു റിയാലിറ്റിയാണ്, ഞാൻ കണ്ടേക്കണ റിയാലിറ്റിയാണ്. അതുകൊണ്ട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്തത്. ആൺകുട്ടികൾ കല്യാണം കഴിക്കാൻ തയ്യാറാണ്, പക്ഷേ പെൺകുട്ടികളില്ല. കാരണം എന്തുകൊണ്ടാണ്? അവർക്ക് ഇതേപോലുള്ള പേടി കൊണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ള ഭയം. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കുമോ? കാരണം അവരുടെ ഒരു തിരിച്ചറിവ് അങ്ങനെയാണ്. അവർ കണ്ടേക്കണ, അവരുടെ വീട്ടിൽ തന്നെ കണ്ടേക്കണ അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ ഇപ്പുറത്തെ വീട്ടിലൊക്കെ കണ്ടേക്കുന്നുണ്ടാവും. ഫ്രണ്ട്സിൻ്റെ കഥകൾ, പേപ്പറിൽ വരുന്ന വാർത്തകൾ, ഇതൊക്കെ വായിക്കുമ്പോൾ സ്ത്രീധന പീഡനം, അങ്ങനെ ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഇതൊക്കെ ഇതിൻ്റെ പുറകെ പോകുന്നത്? ഒരു ജോലി സമ്പാദിക്കുക, പഠിച്ച് ജോലി സമ്പാദിക്കുക, സുഖമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുക ഫ്രണ്ട്സിൻ്റെ കൂടെ. ഇതാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു സ്റ്റൈല്. കുട്ടി പോലും വേണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട് കല്യാണം കഴിച്ചിട്ട്. അതുകൊണ്ട് അതിന് പോലും അവർക്ക് തയ്യാറില്ല. കാരണം അവരുടെ ലൈഫ് അവർക്ക് എൻജോയ് ചെയ്യണം. ഒരു ആംഗിളിൽ കൂടി നോക്കുമ്പോൾ അതൊരു നല്ല കാഴ്ചപ്പാടായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം കല്യാണം കഴിച്ച് അവർ ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ലൈഫിലേക്ക് കൂടി പോകണേക്കാളും നല്ലത് കല്യാണം കഴിക്കാണ്ട് ജീവിക്കുന്നതല്ലേ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ചില സമയത്ത്. പഴയ ആൾക്കാർക്ക് അത് ചിലപ്പോൾ കേൾക്കുമ്പോൾ അത് ശരിയല്ലാത്ത ഒരു തോട്ടാണെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ പ്രാക്ടിക്കലി ആലോചിക്കുമ്പോൾ അത് റിയാലിറ്റി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് വരുന്നവരോട് ഞാൻ പറയും, നിങ്ങൾക്ക് എന്താണ് നല്ലതെന്ന് തോന്നുന്നത് നിങ്ങളതുപോലെ ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക. നമ്മുടെ ലൈഫിലെ ഹാപ്പിനെസ്, ലവ് ആൻഡ് ഹാപ്പിനെസ് കളയാതെ, അത് കളഞ്ഞുകൊണ്ടുള്ള ഒരു കോംപ്രമൈസിനും തയ്യാറാവരുത്. അപ്പോൾ ആളുകൾ പയ്യെ ബാക്കിലേക്ക് പോകുന്ന അവസ്ഥയാണ് കാണുന്നത്. പക്ഷേ കല്യാണം കഴിച്ച് ഓൾറെഡി ആ പുലിയുടെ പുറത്തോട്ട് കയറിയ ആൾക്കാർ എന്ത് ചെയ്യും? അതാണ് ചോദ്യം. അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളവർ നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യം നിങ്ങൾ തിരിച്ചറിയണം. അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, രണ്ടുപേരെയും ഉദ്ദേശിച്ചാണ് ഞാൻ പറയട്ടെ, ഒരാളെ ഉദ്ദേശമല്ല. അപ്പോൾ പൊതുവേ ആൾ കേൾക്കുമ്പോഴേക്കും പെണ്ണുങ്ങളോട് മാത്രമായിട്ടുള്ള അല്ല, ഒരിക്കലുമല്ല. അതുപോലെ ആണുങ്ങൾ ബുദ്ധിമുട്ടുള്ള വിഷമിക്കുന്ന ആൾക്കാരുണ്ട്, അവരുടെ സ്വാതന്ത്ര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. കൂടുതലും പെണ്ണുങ്ങളാണ്, എനിവേ കൂടുതലും സ്ത്രീകളാണ്. സ്ത്രീകളെ അടിച്ചമർത്താൻ പുരുഷന്മാർക്ക് ഒരു പൊതുവേ ഒരു വ്യഗ്രത ഉള്ളവരാണ്. ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിനെ അടിച്ചമർത്തുക എന്നുള്ളതാണെന്നുള്ള പഴയ കൺസെപ്റ്റ് കിടപ്പുണ്ട് ചില ആൾക്കാരുടെ തലയിലെങ്കിലും അതുണ്ട്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാനൊരു പുരുഷനാണ്, പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതെന്ന് പറഞ്ഞാണ്. ആ കാഴ്ചപ്പാട് നിങ്ങൾ മാറ്റണം. അതാണ് ഞാൻ പറയുന്നത്. പുരുഷന്മാർ സ്ത്രീകളുടെ അടുത്ത് കുറച്ച് സ്നേഹത്തോടുകൂടിയിട്ട്, സന്തോഷത്തോടുകൂടിയിട്ട്, അവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവണം, ശ്രമിക്കണം. അവർക്ക് എന്താണ് ആഗ്രഹം? നമ്മൾ ആണുങ്ങൾ പൊതുവെ ചോദിക്കാത്ത കാര്യങ്ങളാണ്. അവർക്കും ആഗ്രഹങ്ങളുണ്ട്. അവരും ഈ ഭൂമിയിലേക്ക് വന്നേക്കണത് ആഗ്രഹങ്ങൾ, അവരുടെ സോളിന് ഒരുപാട് പ്ലാനുകളുണ്ടാവും. പക്ഷെ അതൊന്നും ഇവിടെ നടപ്പിലാവുന്നില്ല. ഇതുപോലുള്ളൊരു അടിമത്തത്തിലേക്ക് പോവുകയാണ്. കുടുംബം എന്ന് പറഞ്ഞ അടിമത്തത്തിലേക്ക്, കുട്ടികൾ നോക്കുക, അവരുടെ കുടുംബ വീട് നോക്കുക എന്നുള്ള ഒരു അടിമത്തത്തിലേക്ക് സ്ത്രീകൾ ഒതുങ്ങിപ്പോകുന്നൊരവസ്ഥയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഹൗസ് വൈഫായിട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല, അവരുടെ കയ്യിൽ പൈസയില്ല. ജോലി ചെയ്യുന്നവരാകുമ്പോൾ വ്യത്യാസമുണ്ട്. ജോലിക്കാരാകുമ്പോൾ അവർക്ക് അവരുടേതായ കുറച്ച് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ട് ചില വീടുകളിൽ കിട്ടാറില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ധ്യാനത്തിലേക്ക് വരിക. ഞാൻ പറഞ്ഞത് ധ്യാനത്തിലേക്ക് വരിക. നിങ്ങളുടെ മൈൻഡിനെ ആദ്യം പാകപ്പെടുത്തിയെടുക്കുക. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അല്ലെങ്കിൽ ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ, നിങ്ങൾ ധ്യാനത്തിലേക്ക് വരിക. നിങ്ങൾ ശല്യമില്ലാത്ത സമയങ്ങളിൽ ധ്യാനങ്ങൾ ചെയ്യുക. ധ്യാനങ്ങൾ ചെയ്ത് നിങ്ങളുടെ മൈൻഡിനെ സെറ്റാക്കുക, റെഡിയാക്കി എടുക്കുക. നിങ്ങളുടെ ചക്രാസ് ക്ലീൻ ചെയ്യുക, ശുദ്ധമാക്കുക. നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആക്കുക. നിങ്ങൾ ഹയർ വൈബ്രേഷനിലേക്ക് നീങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഇതേപോലുള്ള ഈ ചിന്തകൾ, കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വിട്ടുപോകും.
ഒന്നുമല്ല, നിങ്ങളെ സ്പർശിക്കൂല, ഇതെല്ലാം മായയാണെന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നിങ്ങളെത്തും. എന്ന് വെച്ചിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ സന്യാസി ആയി പോകാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് ഭൂമിയിൽ വന്നേക്കുന്ന എല്ലാവർക്കും എല്ലാ ആർഭാടങ്ങളും അനുഭവിക്കാനുള്ള യോഗമുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഒരു അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് അവൈൽ ചെയ്ത് തന്നെ നമ്മൾ പോകണം. അപ്പോൾ ഞാനും അങ്ങനെ നടക്കുന്ന ആളാണ്, അല്ലാണ്ട് ഞാൻ ഈ സന്യാസി വേഷത്തിൽ നടക്കുന്ന ആളൊന്നുമല്ല. എനിക്കത് താല്പര്യമില്ല, ഞാൻ അങ്ങനെ ആവേയില്ല. നമ്മളൊരു സൈഡിൽ കൂടി ആത്മീയതയും ഒരു സൈഡിൽ കൂടി നമ്മുടേതായ ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ്. പിന്നെ കൂടുതലും നമ്മൾ യാത്രകളിൽ കൂടിയാണ് നമ്മുടെ ആനന്ദം കണ്ടെത്തുന്നത്. പിന്നെ നല്ല സുഹൃബന്ധങ്ങളുണ്ട്, അത് കുറച്ച് പേരെടുത്തുണ്ട്, അതിൽ നിന്നും എനിക്ക് ആനന്ദം കിട്ടുന്നുണ്ട്. അവരോട് സംസാരിക്കുമ്പോഴൊക്കെ ഒരു നല്ല സന്തോഷം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എൻ്റെ സന്തോഷം അതൊക്കെയാണ്, യാത്രകൾ, ഏകാന്തതയിൽ പോയിരിക്കുക, അതൊക്കെയാണ്. ഞാനത് നല്ലോണം എൻജോയ് ചെയ്ത് ആഹ്ലാദിക്കുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങളത് മനസ്സിലാക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളത് ചിന്തിച്ച് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഒരു സോളിൻ്റെ ആഗ്രഹം എന്താണ്, നിങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുണ്ടാക്കി ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ തൽക്കാലം. പക്ഷേ നിങ്ങൾ ധ്യാനത്തിലൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പവർ നിങ്ങളുടെ കൂടുന്നു, നിങ്ങളുടെ വൈബ്രേഷൻ ലെവൽ കൂടുന്നു. പിന്നെ നിങ്ങളുടെ ആ പാർട്ട്ണർക്ക് അല്ല അപ്പുറത്തേക്കുന്ന ആൾ, നിങ്ങളെ ഉപദ്രവിക്കുന്ന ആളായാലും കൊള്ളാം, ആരായാലും കൊള്ളാം, അവരുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആയി കഴിയുമ്പോൾ. എപ്പോഴും നമ്മൾ അവരോട് ഫൈറ്റ് ചെയ്യാനും അതിൻ്റെ പുറകെ പോയി മറ്റേ ആർഗ്യുമെൻറ്റ് ചെയ്യാനും കുറേ ഇരുന്ന് ചിന്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ലോവർ വൈബ്രേഷനിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ വൈബ്രേഷൻ 5 ആണെങ്കിൽ നിങ്ങൾ 3ലേക്ക് 2ലേക്ക് പോയിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണ്. പക്ഷേ നിങ്ങളതെല്ലാം വിട്ടിട്ട് നിങ്ങൾ ഹയറിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ, ഹയർ ലെവലിലേക്ക് ചിന്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വൈബ്രേഷൻ കൂടി പോകുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പ്രകൃതി അനുകൂലത്തിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുന്നു. എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് അപ്പം തന്നെ നിങ്ങളുടെ കയ്യിലോട്ട് വന്നു ചേരുന്ന വിത്തിൻ 2-3 ഡേയ്സ് നിങ്ങളുടെ കയ്യിലോട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. യൂണിവേഴ്സ് നമുക്ക് തരാൻ വേണ്ടി തയ്യാറാവും. നിങ്ങൾ ആ വൈബ്രേഷനിലേക്കാണ് എത്തേണ്ടത്, അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഒരു 2-3 മന്തിനുള്ളിൽ റിസൾട്ട് കിട്ടിയിരിക്കും. ഇപ്പോൾ ഇന്ന് ദുഃഖിക്കുന്ന ആളുകൾ ഈ 3 മാസം ഇതിൽ പ്രാക്ടീസ് നന്നായിട്ട് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഹാപ്പിനെസ്സിലേക്ക് നിങ്ങൾ വരും, ലവിലേക്ക് നിങ്ങൾ വരും, പൂർണ്ണമായിട്ടും ലവ് എനർജിയിലേക്ക് നിങ്ങൾ വരും. ഈ ലവ് എനർജി ബൂസ്റ്റ് ചെയ്യാനുള്ളൊരു ടെക്നിക്ക് നമ്മുടെ ചാനലിൽ താഴെ കിടപ്പുണ്ട്, ലവ് എനർജി എങ്ങനെ ബൂസ്റ്റ് ചെയ്യാന്നുള്ളത്. ആ വീഡിയോ നിങ്ങൾ കാണുക. കുറേ പേര് അത് കാണാത്തവരുണ്ട്. അത് ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫ് മാറിയിരിക്കും. നിങ്ങളുടെ ലൈഫ് മാറ്റാനായിട്ട് നിങ്ങൾക്ക് തന്നെ പറ്റുള്ളൂ. വേറൊരാൾക്ക് അവിടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, പറഞ്ഞു തരാൻ പറ്റും, ഇന്ന പോലെ പോവാം, നിങ്ങളത് അങ്ങനെ പോയിക്കോളൂ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തോളൂ എന്ന് പറയാൻ പറ്റും. പക്ഷേ ഒരുപാട് ഉപദേശം കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ള ഉപദേശം മാത്രം മതി. ഒരുപാട് സങ്കീർണമായിട്ടുള്ള ഉപദേശങ്ങൾ കാര്യമില്ല. ഏറ്റവും സിമ്പിൾ നമുക്ക് കിട്ടുന്ന ഒരു ഗൈഡൻസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എനിക്ക് എൻ്റെ ചെറിയൊരു അറിവ് വെച്ചിട്ട് എനിക്ക് പറയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. കാരണം ഞാൻ അതിലൂടെ വന്ന് ഞാൻ ആ ഹാപ്പിനെസ്സിലേക്ക് എത്തിയ ആളാണ്. കാരണം എനിക്ക് ഗുരുവോ കാര്യങ്ങളൊന്നുമില്ല, ഞാൻ സ്വയം ആർജിച്ചെടുത്ത കാര്യങ്ങളാണ്. നിങ്ങൾക്കും അത് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കും അതിനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും അതിനുള്ള കഴിവുണ്ട്. നിങ്ങളുടെ മനസ്സ് അതിന് വേണ്ടിയിട്ട് പാകപ്പെടുത്തി എടുക്കാമെന്ന് മാത്രം. ചില ആൾക്കാരുടെ പോലെ എന്ത് കേൾക്കുമ്പോഴും ചാടിക്കയറി പുച്ഛിക്കുക, കളിയാക്കുക, ഇതെല്ലാം തട്ടിപ്പാണെന്ന് പറയുക, ഇങ്ങനെ പറയാതെ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഉയരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു ഹയർ ഫ്രീക്വൻസിയിലേക്ക് പോകാൻ പറ്റും. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.